നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് BJP അവിടെ അധികാരത്തിലേറിയത്. ഏതായാലും മമതാ സർക്കാരിന്റെ ഭരണം വീണു. ഇനി BJP സർക്കാർ അവിടെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവിടെ തൃണമൂൽ കോൺഗ്രസ് അടങ്ങിയിരിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോഴിതാ വലിയ വലിയ മാറ്റങ്ങളാണ് പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വാർത്ത, പശ്ചിമ ബംഗാളിൽ ജൂൺ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. വനിതാ ശിശുക്ഷേമ വകുപ്പ് അഗ്നിമിത്ര പോളാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്കും സാമൂഹിക സാമ്പത്തിക പിന്തുണ നൽകി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികൾക്കും താഴ്ന്ന വരുമാനക്കാരായ ലക്ഷക്കണക്കിന് സ്ത്രീ യാത്രക്കാർക്കും ആശ്വാസമാകുന്ന പദ്ധതിയാകും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന അന്നപൂർണ ഭണ്ഡാർ പദ്ധതിക്കും സംസ്ഥാനം അംഗീകാരം നൽകി. ജൂൺ 1 മുതൽ പദ്ധതിയും പ്രാബല്യത്തിൽ വരും. പദ്ധതി പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം ലഭിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടാണ് പണം ലഭ്യമാക്കുക. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളിലെ വനിതകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. ഒപ്പം നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആയുഷ്മാൻ ഭാരത് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രം മമതാ ബാനർജി നടപ്പിലാക്കാത്ത നിരവധി പദ്ധതികളാണ് ബംഗാളിൽ BJP സർക്കാർ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം PM ശ്രീ പദ്ധതിയിലും സുവേന്ദു സർക്കാർ ഒപ്പുവെച്ചിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമമാണ് ലക്ഷ്യമെന്നും പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുമ്പോഴും സംസ്ഥാനത്ത് നിലവിലുള്ള മറ്റ് ആനുകൂല്യങ്ങളോ ക്ഷേമ പരിപാടികളോ നിർത്തിവെക്കില്ലെന്നും BJP സർക്കാർ വ്യക്തമാക്കിയിരുന്നു. തിങ്കളാഴ്ച നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുത്ത് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബംഗാൾ സർക്കാർ ജൂൺ മുതൽ മതാടിസ്ഥാനത്തിലുള്ള സർക്കാർ സഹായം നിർത്തലാക്കുക എന്നുള്ളതും കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക റദ്ദാക്കുക എന്നിവയാണ് ഇവയിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ. കോട്ട യോഗ്യത നിശ്ചയിക്കാൻ ഒരു പാനൽ രൂപവൽക്കരിക്കുമെന്നും സർക്കാർ പറഞ്ഞിരിക്കുന്നു. സാംസ്കാരിക വകുപ്പും ന്യൂനപക്ഷ മദ്രസ വിദ്യാഭ്യാസ വകുപ്പും മതാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ മെയ് അവസാനം വരെ തുടരും. ഇവ ജൂൺ മുതൽ നിർത്തലാക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പ്രത്യേകമായി പുറത്തിറക്കുമെന്നും മന്ത്രി അഗ്നിമിത്ര പോൾ പറഞ്ഞു. ക്ഷേമ പരിപാടികൾ മതപരമായ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകരുത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃണമൂൽ സർക്കാർ അധികാരമേറ്റ 1 വർഷത്തിനു ശേഷം ഇമാം, ക്ഷേത്ര പൂജാരിമാർ എന്നിവർക്ക് പ്രതിമാസ ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതികളാണ് അവസാനിപ്പിക്കുന്നത്. ഈ പദ്ധതികളിൽ ആദ്യത്തേത് 2012 അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിലെ മുഴുവൻ ഇമാമുമാർക്കും പ്രതിമാസ ഓണറേറിയം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത നേതാക്കൾക്ക് പിന്തുണ നൽകുന്നതിനായി പ്രതിമാസം 2500 രൂപയാണ് നൽകിയിരുന്നത്. താമസിയാതെ സമാനമായ ധനസഹായ പരിപാടി മുഅദ്ദിൻമാരിലേക്കും, അതായത് പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നവർക്കും വിപുലീകരിച്ചു. ഈ 2 ഫണ്ടുകളുമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നാണ് വിതരണം ചെയ്തിരുന്നത്. 2020 അന്നത്തെ സംസ്ഥാന സർക്കാർ ഹിന്ദു പൂജാരികൾക്കും സമാനമായ ഒരു അലവൻസ് അവതരിപ്പിച്ചു. മുസ്ലിം മത നേതാക്കൾക്ക് മാത്രമാണ് സർക്കാർ സഹായം നൽകുന്നതെന്ന വിമർശനത്തെ നേരിടാനുള്ള ശ്രമമായി ഈ നീക്കം വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത പൂജാരികൾക്കും പ്രതിമാസ ഓണറേറിയം ലഭിച്ചു. ഇത് ആദ്യം ഏകദേശം 1000 രൂപയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2000 രൂപയായി പരിഷ്കരിച്ചിരുന്നു. മമതാ ബാനർജി സർക്കാരിന്റെ കാലത്ത് ഫണ്ട് വിതരണത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെയും പുതിയ സർക്കാർ രൂപവൽക്കരിച്ചിട്ടുണ്ട്. സുവേന്ദു അധികാരിയുടെ പല മാറ്റങ്ങളും ബംഗാളിൽ വലിയൊരു നീക്കങ്ങൾക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ഏതായാലും സ്ത്രീകൾക്കുള്ള പ്രാധാന്യം അത് ഏറ്റവും പ്രധാനമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞിരുന്നു. സ്ത്രീകളെ മുൻഗണനയിലേക്ക് അല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്ന, അവർക്ക് മുൻഗണന നൽകുന്ന
പല നീക്കങ്ങളുമാണ് പ്രചാരണ വേളയിലടക്കം പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്കായിട്ട് BJP സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നത്. ഇപ്പോൾ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം അത് ഓരോന്നായി നടപ്പിലാക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ജൂൺ 1 മുതൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ സർക്കാർ. നമുക്കറിയാം കേരളത്തിലും ഇന്നലെയാണ് അത് ജൂൺ 15 മുതലാണ് സ്ത്രീകൾക്ക് ഇവിടെ സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസ് ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ ആ കേസിൽ നിർണായക വഴിത്തിരിവ്. കൊലപാതകത്തിലെ മുഖ്യ ആസൂത്രകനും ഷൂട്ടറുമായ രാജ്കുമാർ സിംഗിനെ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നിന്ന് CBI ചാപ്ര പോലീസ് ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലൂടെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ബലിയൻസ്ലിയിലെ രാസ്ര മേഖലയിലുള്ള രത്തേപൂർ ഗ്രാമവാസിയായ രാജ്കുമാർ സിംഗ് ആണ് പിടിയിലായത്. കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 സിവിൽ ഡ്രസ്സിലെത്തിയ ഉദ്യോഗസ്ഥർ 2 വാഹനങ്ങളിലായി എത്തിയാണ് രാജ്കുമാറിനെ കുറിച്ച് പിതാവിനോട് അന്വേഷിച്ചത്. എന്നാൽ തന്റെ മകൻ ഇത്തരമൊരു ക്രൂരകൃത്യത്തിൽ പങ്കാളിയാണെന്ന കാര്യം അറിയില്ലെന്നാണ് പിതാവിന്റെ പ്രതികരണം. പിന്നീട് തിങ്കളാഴ്ച രാവിലെ CBI ഓഫീസിൽ നിന്ന് ഫോൺ കോൾ വന്നപ്പോഴാണ് മകൻ അറസ്റ്റിലായ വിവരം കുടുംബം അറിഞ്ഞത്. നിരവധി അക്രമ സംഭവങ്ങളിൽ പ്രതിയായ രാജ്കുമാറിനെ മുൻപും പോലീസ് റെക്കോർഡുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. 2020 ഒക്ടോബറിൽ മുൻ പ്രധാന സ്ഥാനാർത്ഥിയായ അരവിന്ദ് ഗർവാറിനെ ആക്രമിച്ചതിനും തുടർന്ന് ഇയാൾക്ക് നേരെ വധശ്രമം എന്നോണം വെടിയുതിർത്തതിനും രസ്ര കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാറിനെതിരെ കേസ് നിലവിലുണ്ട്. കൂടാതെ 2023 ഓടാ തർക്കവുമായി ബന്ധപ്പെട്ട് സഞ്ജയ് ഭാരതി എന്നയാളെ മർദ്ദിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. ഈ ക്രിമിനൽ കേസുകൾ കാരണം അടുത്തിടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിനായി പോലീസ് സ്റ്റേഷനെ സമീപിച്ച ഇയാളുടെ അപേക്ഷ പോലീസ് നിരസിച്ചിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് റിമാൻഡിൽ വാങ്ങി. ഇയാൾ ഉടൻ തന്നെ കൊൽക്കത്തയിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് സമയത്താണ് എല്ലാം തന്നെ സുവേന്ദു അധികാരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഒരു കൂട്ടം അക്രമി സംഘം എത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതും. കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ഷൂട്ടർമാരെയാണ് ഇതിനെ നിയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലെ 1ാമത്തെ പ്രതിയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത സമയത്തും സുവേന്ദു അധികാരി വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രതികളെ താൻ പിടികൂടുമെന്ന വാക്ക് ആ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാക്കുകൂടിയാണ് പാലിച്ചിരിക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച BJP തങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്ക് ജനങ്ങൾക്ക് പാലിക്കാനുള്ള തിരക്കിലാണ്. ഏറ്റവും നല്ല ഭരണം ആ സംസ്ഥാനത്ത് കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സുവേന്ദു അധികാരി.